നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഒന്നാമത്തെ അധ്യായത്തിൽ പഠിക്കുന്ന യൂറോപ്പിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്, മധ്യകാല യുഗത്തിൽ യൂറോപ്പിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിച്ചത്. യൂറോപ്പിലുണ്ടായിട്ടുള്ള നവോത്ഥാന എന്ന പേരിൽ അറിയപ്പെടുന്ന മാറ്റങ്ങൾ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്, ഫ്രം ട്രേഡ് ടു പവർ എന്ന സെക്കൻഡ് ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനം വരെ നിങ്ങൾ ഇത് കാണേണ്ടതാണ്. ഇതിൻ്റെ ഏറ്റവും അവസാനം ഇന്ന് പഠിപ്പിക്കുന്ന മുഴുവൻ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണത്തക്കവണ്ണം, നിങ്ങൾക്ക് ബുക്കിൽ പകർത്തത്തക്കവണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറുന്ന വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ഇന്ന് ഒരാളിനെ പരിചയപ്പെടാമെന്ന് പറഞ്ഞൊരു വ്യക്തിയൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണുന്ന ഒരു വിളയാണ്, ഒരു കാർഷിക വിളയാണ്. ചിത്രത്തിൽ നോക്കൂ. എന്താണിത്? കറുത്ത പൊന്ന് എന്ന് അറിയപ്പെട്ടിരുന്ന പെപ്പർ അല്ലേ? പെപ്പർ, കുരുമുളകാണ്. ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് കുരുമുളക് പറയുന്ന ഒരു കഥയാണ്. കുരുമുളക് നമ്മളെ കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പുള്ള യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറേയേറെ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചേറെ വർഷങ്ങളുണ്ട്. 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണ് അന്ന് യൂറോപ്പിൽ എന്താണ് പ്രത്യേകത? അതൊരു വിൻ്റർ സീസണാണ്. എന്താ വിൻ്റർ സീസൺ? കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സീസണെക്കുറിച്ച് പറയുന്നത് വിൻ്റർ സീസൺ, ശൈത്യകാലം എന്ന് പറയും. ശൈത്യകാലം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള ഒരു ശൈത്യകാലമല്ല യൂറോപ്പിൽ. നമ്മൾ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ അറിയാം. എന്താണ് ചിത്രത്തിൽ? എവിടെ നോക്കിയാലും വെളുത്ത നിറത്തിൽ കിടക്കുകയാണ്. എൻ്റെ പഞ്ഞിക്കെട്ട് പോലെ കിടക്കുകയാണ്. എന്താ അത്? പഞ്ഞിക്കെട്ടാണോ അത്? അല്ല. എന്താണത്? ഐസ് കട്ടകളാണ് കിടക്കുന്നത് അല്ലേ? ഐസ് മൂടി കിടക്കുകയാണ് എല്ലായിടവും. ഐസ് ഇങ്ങനെ പൊഴിഞ്ഞ് വീട് ഇങ്ങനെ കിടക്കുകയാണ്. മരങ്ങൾ നോക്കിയാൽ എന്താ ശ്രദ്ധിക്കുന്നത്? മരങ്ങളിൽ ഇലകളൊന്നുമില്ല. ഇലകളെല്ലാം കൊഴിഞ്ഞ് കമ്പുകൾ മാത്രമായി നിൽക്കുന്നു. സസ്യങ്ങളൊന്നും വളരെ കുറവാണ്, ഇല്ല. പുൽനാമ്പുകളൊന്നുമില്ല. സ്വാഭാവികമായി അവിടുത്തെ ആളുകൾക്ക് വേണ്ടത്ര ഭക്ഷണം ഇല്ല അല്ലേ? സസ്യങ്ങളില്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയും. അപ്പോൾ അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണത്തിൽ ഏറെ കുറവ് സംഭവിച്ചു. ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ടായി. കൃഷി ചെയ്തുണ്ടാക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. കാലാവസ്ഥ ആ ഒരു തരത്തിലാണ് നിൽക്കുന്നത്. വിൻ്റർ സീസൺ, ശൈത്യകാലം. നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു ശൈത്യകാലമല്ല യൂറോപ്പിൽ. കൊടും തണുപ്പാണ്. മഞ്ഞ് മൂടി കിടക്കുകയാണ് അല്ലേ? ഐസ് കട്ടകൾ പോലെ അല്ലെ, മഞ്ഞിങ്ങനെ പൊഴിഞ്ഞ് വീഴുകൊണ്ടേയിരിക്കും. അപ്പോൾ വീടിൻ്റെ മേൽക്കൂരയൊക്കെ ഐസ് പൊതിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അവിടുത്തെ മേൽക്കൂരയൊക്കെ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കുത്തനെ കിടക്കുകയാണ്. അതാണ് കാരണം. ഈ ഐസ് കട്ടകൾ വന്ന് അവിടെ തങ്ങി നിൽക്കാതിരിക്കത്തക്കണം, ഊർന്ന് താഴേക്ക് വീഴത്തക്കമാണ് അടുത്ത വീടുകളൊക്കെ നിർമ്മിക്കാറുള്ളത്. ചിത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മരങ്ങൾ തന്നെ അങ്ങനെയാണ്. അവിടത്തേക്ക് മരങ്ങളും അതുപോലെയാണ്. മരങ്ങൾ വന്ന് നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മരങ്ങളല്ല യൂറോപ്പിൽ. അവിടുത്തെ മരങ്ങളും അതുപോലെ അവിടെ അതിൻ്റെ മുകളിൽ വീഴുന്ന ഐസ് കട്ടകൾ അല്ലെങ്കിൽ മഞ്ഞ് കടകൾ ഇങ്ങനെ ഊർന്ന് താഴേക്ക് വീഴത്തക്കവണ്ണം അവിടുത്തെ സസ്യങ്ങൾ. അപ്പോൾ സസ്യജാലങ്ങളിലും വ്യത്യാസമുണ്ട്, കാലാവസ്ഥയിലും വ്യത്യാസമുണ്ട് യൂറോപ്പിൽ. അപ്പോൾ അങ്ങനെയുള്ള അതിരൂക്ഷമായ വിൻ്റർ സീസൺ, ശൈത്യകാലത്ത്, തണുത്ത ആ പ്രഭാതത്തിൽ അവർക്ക് കഴിക്കാനൊന്നുമില്ല അല്ലേ? കഴിക്കാൻ വേണ്ടത്ര ഭക്ഷണമില്ലാത്ത സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു? ആ ചിത്രത്തിൽ നമ്മൾ നേരത്തെ കണ്ടു. എന്താണ്? ധാരാളം കുറേ മൃഗങ്ങളെ അവർ വളർത്തുന്നുണ്ട് അല്ലേ? കന്നുകാലികളെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവർ വളർത്തുന്ന അവിടെ പ്രശ്നം മനുഷ്യർക്ക് മാത്രമല്ല ഭക്ഷണത്തിന് ദൗർലഭ്യം നേടുന്നത്. സ്വാഭാവികമായി അവർ വളർത്തുന്ന മൃഗങ്ങൾക്കും വേണ്ടത്ര ഭക്ഷണം നൽകുവാൻ അവർക്ക് കഴിയുന്നില്ല.
രണ്ട് പ്രശ്നമാണ്. മനുഷ്യർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, അവർ വളർത്തുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഭക്ഷണമില്ലാതെ വലയുകയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്തു? അവർക്കുണ്ടായിരുന്ന ആ കന്നുകാലികളെ കുറേയേറെ അവർ കൊന്നു. അവർ തന്നെ കൊന്നു. അവർ വളർത്തിയതാണ്, അല്ലേ? അവർ ഭക്ഷണത്തിന് വേണ്ടിയും പാലിന് വേണ്ടിയോ മറ്റ് പല കാര്യങ്ങൾക്ക്, രോമത്തിന് വേണ്ടി, ചെമ്മരിയാടിനെ വളർത്തുന്നുണ്ട് രോമത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വളർത്തുന്ന മൃഗങ്ങളെ അവർ തന്നെ പകുതി പേരെ അല്ലെങ്കിൽ കുറേയേറെ എണ്ണത്തിനെ അവർ തന്നെ അങ്ങ് കൊല്ലുകയാണ്. കൊന്നു കഴിഞ്ഞിട്ട് അങ്ങനെ കിട്ടുന്ന ആ മാംസം അവർ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി അവർ സംരക്ഷിച്ചു വയ്ക്കുന്നു. അവർക്ക് കിട്ടുന്ന ഭക്ഷണം സംരക്ഷിച്ച് വെക്കുകയാണ്. കുറേ കാലത്തേക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി അവർ കൊന്നിട്ട് ആ ഭക്ഷണം അവർ സംരക്ഷിച്ച് വെക്കുകയാണ്. എങ്ങനെ സംരക്ഷിച്ച് വയ്ക്കും? ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താ ഉപയോഗിക്കുന്നത്? ഭക്ഷണം ഇത്തരം സാധനങ്ങൾ കേടുകൂടാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അന്ന് ഈ തരത്തിലുള്ള ഉപകരണങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും മറ്റ് മാർഗ്ഗങ്ങളാണ് ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. നമ്മുടെ നാട്ടിലും പണ്ട് കാലത്ത് ഭക്ഷണം അധികമായി വരുമ്പോൾ, കാർഷിക വിളകളായിക്കോട്ടെ അല്ലെങ്കിൽ മത്സ്യമായിക്കോട്ടെ, ഇതൊക്കെ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇത് കിട്ടാതെ വരുന്ന കാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പല മാർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചിരുന്നു. ഒരു ഉദാഹരണം പറയാമോ? എന്തെങ്കിലും ഉദാഹരണം? ഇപ്പോൾ മാങ്ങ അധികമായി കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യും? കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്താ ചെയ്യാറുള്ളത് നമ്മുടെ നാട്ടിൽ? മാങ്ങ വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ അത് ചീഞ്ഞളിഞ്ഞ് പോകും. അതിനുവേണ്ടി എന്ത് ചെയ്യാറുണ്ട്? അത് തന്നെ ഉപ്പിലിട്ട് വെക്കാറുണ്ട്, അല്ലേ? ഉപ്പിലിട്ട് വെക്കാറുണ്ട്, അച്ചാറായിട്ടും അല്ലാതെയൊക്കെ ഉപ്പിലിട്ട് വെക്കാറുണ്ട്. പിന്നെ അച്ചാറായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ എന്ത് ചെയ്യാറുണ്ട്? മത്സ്യം എന്ത് ചെയ്യും? കുറേ നാളത്തേക്ക് സൂക്ഷിക്കാൻ അക്കാലത്ത് അതും ഇതേപോലെ ഉപ്പിട്ട് ഉണക്കി സൂക്ഷിക്കാറുണ്ട്. അതാണ് ഉണക്കമീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും എല്ലാ കാലത്തും എല്ലാ നാടുകളിലും ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാനായി ഇത്തരത്തിലുള്ള ഓരോ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അതുപോലെ യൂറോപ്യന്മാരും സ്വീകരിച്ചിരുന്ന ഒരു മാർഗം, അവരും ഇതേപോലെ ശൈത്യകാലം തുടങ്ങുന്നതിന് മുമ്പേ കുറേ മൃഗങ്ങളെ കൊന്നൊടുക്കി അവർ ഉണക്കി സൂക്ഷിക്കും. കുറേ കാലം അത് ഉണക്കി സൂക്ഷിക്കുമ്പോൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയും, അതോടൊപ്പം തന്നെ ഉണങ്ങിയ ഇറച്ചിക്ക് ടേസ്റ്റിന് വേണ്ടിയും സ്വാദിന് വേണ്ടിയും കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടിയും അവർ ചില സാധനങ്ങളും കൂടി ചേർക്കാറുണ്ട്. കുറച്ചൊക്കെ ഉപ്പ് ചേർക്കുമായിരിക്കും, അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾ ചേർക്കും. അതിൽ പ്രധാനപ്പെട്ട സാധനമാണ് നമ്മളെ ക്ഷണിച്ചുകൊണ്ടുപോയ, യൂറോപ്പിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയ ഒരു സാധനമുണ്ടല്ലോ. ആരാ? നമ്മുടെ നാട്ടിലെ പെപ്പർ, കുരുമുളക്. അതോടൊപ്പം തന്നെ കുരുമുളകും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കറുവപ്പട്ട, ഗ്രാമ്പു, ഇഞ്ചി, ഇത്തരത്തിലുള്ള ധാരാളം സാധനങ്ങൾ. പെപ്പർ, കാർഡമം, ഏലം, പെപ്പർ, കാർഡമം, സിനമൺ ആൻഡ് ജിഞ്ചർ, ഇതൊക്കെയാണ് അവർ കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടി അവർ സാധനങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്യന്മാർക്ക് വളരെ അത്യാവശ്യമായിരുന്നു. എന്തായിരിക്കാൻ കാരണം? യൂറോപ്യന്മാർക്ക് ശൈത്യകാലത്ത് ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ അവരുടെ മൃഗങ്ങളെ കുറേ എണ്ണത്തിനെ അവർ കൊന്നിട്ട് അതിൻ്റെ ഇറച്ചി, മാംസം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളായ കുരുമുളകും ഏലം, കറുവപ്പട്ട തുടങ്ങിയ, ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ അവർക്ക് അത്യാവശ്യമായിരുന്നു. Why spices are so essential to Europeans? Europeans faced shortage of food during winter season. Europeans faced shortage of food. ഫുഡിന് ഷോർട്ടേജ് ഉണ്ടായി during winter season. So they preserved cattle meat as food for winter. Spices like pepper, cardamom, cinnamon and ginger are used to preserve meat for a long time. അപ്പോൾ സ്പൈസസ് ലൈക്ക് ഏതൊക്കെയാണ്? പെപ്പർ, കാർഡമം, സിനമൺ ആൻഡ് ജിഞ്ചർ, ഇഞ്ചി, ആർ യൂസ്ഡ് ടു പ്രിസർവ് മീറ്റ് ഫോർ എ ലോങ് ടൈം. സോ സ്പൈസസ് ആർ എസെൻഷ്യൽ ടു ഫോറിനേഴ്സ്. ഇത്തരം സ്പൈസസ് അല്ലെ സുഗന്ധവ്യഞ്ജനങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി
യൂറോപ്പിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഫോറിനേഴ്സ്, മറ്റ് വിദേശികളായ ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്രധാനമായിട്ടും യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉള്ള കച്ചവടം നടന്നിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? ഏത് മാർഗത്തിലൂടെയായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ 1453 തുർക്കികൾ പിടിച്ചെടുത്തതോടുകൂടി കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയുള്ള കച്ചവടം അവിടെ അവസാനിക്കുകയും അല്ലെങ്കിൽ അത് തടസ്സപ്പെടുകയും അവർക്ക് അതുവഴിയുള്ള കച്ചവടം നടത്തുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. This dismantled the trade between Asia and Europe. The Turks conquered Constantinople in 1453. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. This interrupted trade between Asia and Europe. This situation necessitated the Europeans to discover a new sea route to India. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്കൊരു പുതിയ മാർഗം കണ്ടെത്തേണ്ട സാഹചര്യം അവർക്ക് അത്യാവശ്യമായി വന്നു. കാരണം എന്താ? അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഒരു കടൽ മാർഗം, കരമാർഗമുള്ളത് അടഞ്ഞപ്പോൾ, കരമാർഗം കിട്ടുന്ന സാധനങ്ങൾ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടി പുതിയ മാർഗങ്ങൾ തേടുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു യൂറോപ്പിൽ നിന്നും ആരും തന്നെ കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങോട്ട് പോകണം, ഏത് ദിശയിൽ പോകണം എന്നതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലായിരുന്നു. അപ്പോൾ യൂറോപ്പിൽ അക്കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്, വടക്ക് നോക്കി യന്ത്രവും മറ്റൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നവോത്ഥാന കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ റിസ്ക് എടുത്തുകൊണ്ട് ധാരാളം സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കുകയുണ്ടായി. അവർ അങ്ങനെ യാത്ര തിരിച്ച പലരുടെയും ലക്ഷ്യം ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തുക എന്നതായിരുന്നു. അങ്ങനെ കുറേയേറെ പേർ അവരുടെ യൂറോപ്പിൽ നിന്നും നേരെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുകയും അങ്ങനെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് പോവുകയും അങ്ങനെ എത്തിയ ഒരു ഭൂഖണ്ഡമാണ് അമേരിക്കൻ ഭൂഖണ്ഡം. നമ്മൾ പിന്നെ മുൻകാലങ്ങളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഇനിയുള്ള കാലങ്ങൾ പഠിക്കും. ഇന്ത്യയാണെന്ന് ധരിച്ച് പോയതാണ്. ക്രിസ്റ്റഫർ കൊളംബസാണ് അങ്ങനെ അമേരിക്ക കണ്ടുപിടിച്ചത്. പക്ഷേ നമ്മൾ നിരന്തരമായി ഇന്ത്യയിലേക്ക് വരുവാനായി യാത്ര തിരിച്ചവരിൽ ശ്രമിച്ചവരിൽ ഒരാളായിരുന്നു വാസ്കോ ഡ ഗാമ. പോർച്ചുഗീസ് നാവികനായിരുന്ന ഒരു വാസ്കോ ഡ ഗാമ പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നും അദ്ദേഹം യാത്ര തിരിച്ചു. അദ്ദേഹം യൂറോപ്പിൽ നിന്നും നേരെ തെക്കോട്ട് യാത്ര ചെയ്തു. സതേൺ പാർട്ട് സൗത്ത് ഡയറക്ഷനിൽ യാത്ര ചെയ്തു. യൂറോപ്പിൻ്റെ സൗത്ത് ഡയറക്ഷനിൽ, യൂറോപ്പിൻ്റെ ഭൂപടം എടുത്ത് നോക്കിയാൽ യൂറോപ്പിൻ്റെ തൊട്ട് താഴെയായി നമുക്ക് കാണാൻ കഴിയുന്ന കോണ്ടിനെൻറ്റ് ഏതാണത്? ഈ ആഫ്രിക്കയാണ്. ആഫ്രിക്കയുടെ തെക്കേ അറ്റം പോലെ കിടക്കുന്ന ഈ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് വരെ മറ്റൊരു നാവികൻ ഇതിനു മുമ്പ് വന്നിരുന്നു. ബാർത്തലോമ്യൂ ഡയസ് എന്ന് പറയുന്ന ഒരു നാവികൻ അവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു പോയപ്പോൾ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതല്ല. ബാർത്തലോമ്യൂ ഡയസ് എന്ന് പറയുന്ന അദ്ദേഹം അവിടെ വരികയും അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് ആ പോയിന്റിന്, അതായത് ഈ പറയുന്ന ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള സതേൺ പാർട്ടിലുള്ള ഈ പോലെ കിടക്കുന്ന ഈ മുനമ്പിന് ഗുഡ് ഹോപ്പ് മുനമ്പ് എന്നാണ് അദ്ദേഹം പേരിട്ടത്. പ്രതീക്ഷാ മുനമ്പ്. അങ്ങനെ അതേ ഡയറക്ഷനിൽ തന്നെ വാസ്കോ ഡ ഗാമയും യാത്ര തിരിക്കുകയും ഈ പ്രതീക്ഷാ മുനമ്പ് ചുറ്റി തിരിച്ച് മുകളിലോട്ട് പോയി എവിടെ എത്തിച്ചേർന്നു? ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കേരളത്തിൻ്റെ കടൽ തീരത്തുള്ള ഒരു പ്രദേശമായ അന്നത്തെ കാലിക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശമായ കാപ്പാട് എത്തിച്ചേർന്നു.
1498 വാസ്കോഡഗാമയാണ് ആദ്യമായി യൂറോപ്പിൽ നിന്നും ഒരു നാവികൻ കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ആദ്യമായി എത്തിയ യൂറോപ്യൻ പോർച്ചുഗീസുകാരായിരുന്നു. അതിനെ തുടർന്ന് മറ്റ് രാജ്യക്കാരും വരുവാൻ തുടങ്ങി. അങ്ങനെ 4 രാജ്യക്കാരാണ് ഇവിടെ പ്രധാനമായിട്ടും കച്ചവടത്തിന് വേണ്ടി യൂറോപ്പിൽ നിന്ന് നേരിട്ട് എത്തിച്ചേർന്നത്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാർ കഴിഞ്ഞാൽ ഇംഗ്ലണ്ട്, ഫ്രഞ്ച്. അങ്ങനെ 4 വിദേശീയർ, 4 യൂറോപ്യന്മാർ ഇന്ത്യയിൽ കച്ചവടത്തിന് വേണ്ടി, ട്രേഡിന് വേണ്ടി എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്നും ആദ്യമെത്തിയ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. വാസ്കോഡഗാമ 1498 കോഴിക്കോടിനടുത്തുള്ള അന്ന് കാലിക്കറ്റ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹം എത്തിയ സ്ഥലത്ത് ഇന്നും വാസ്കോഡഗാമയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട്, എത്തിയ സ്ഥലം എന്നുള്ള സ്മരണ നിലനിർത്തിക്കൊണ്ട് ഒരു 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 പ്രതീകമായിട്ട് അവിടെ ഒരു സ്തംഭം നിർമ്മിച്ചിട്ടുണ്ട്, ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 4 കപ്പലിലാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി 170ഓളം പേർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ തിരിച്ചു പോയപ്പോൾ പകുതി പേരോളം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സ്കർവി, അക്കാലത്തുണ്ടായിരുന്ന സ്കർവി എന്ന് പറയുന്ന ഒരു രോഗത്താൽ തിരിച്ച് വീട്ടിലെത്താൻ പകുതി പേരോളം പേർക്ക് കഴിഞ്ഞതുമില്ല. ഞാൻ ഇത് പറയാൻ കാരണം അക്കാലത്തെ നാവിക യാത്രകൾ, കടൽ യാത്രകൾ അതിഭയങ്കരമായ റിസ്ക് ആയിരുന്നു അല്ലേ? ഇത്തരം റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ്, ഇത്തരം വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് അവർ ഇത്തരം യാത്രകൾ നടത്തിയത്. അങ്ങനെ യാത്ര തിരിച്ച ആദ്യത്തെ നാവികൻ, അങ്ങനെ ആദ്യമായി യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലെത്തിയ ആദ്യത്തെ നാവികരായിരുന്നു വാസ്കോഡഗാമ. അങ്ങനെ 1498 എവിടെ എത്തി? കോഴിക്കോട് രാജാവായിരുന്ന സാമൂതിരിയുടെ അടുക്കലെത്തി. കോഴിക്കോട് അക്കാലത്ത് ഭരിച്ചിരുന്ന ആരായിരുന്നു? സാമൂതിരി. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു അവരുടേത്? ഇന്ത്യയിൽ നിന്നുള്ള കച്ചവടമായിരുന്നു ലക്ഷ്യം. കാരണം ഇവിടെ നിന്നും കിട്ടുന്ന സാധനങ്ങൾ വളരെ വലിയ വിലയ്ക്ക് അവർക്ക് യൂറോപ്പിൽ കൊണ്ടുപോയി വിൽക്കാൻ കഴിയും. കാരണം ചോദിക്കുന്ന പൈസ കൊടുത്ത്, ചോദിക്കുന്ന പണം കൊടുത്ത് വാങ്ങുവാൻ അന്നവിടെ ആളുണ്ട്. കാരണം ഇത് വളരെ അത്യാവശ്യമായിരുന്നു. കേരളത്തിൽ നിന്നും ഈ സാധനം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഈ സാധനം കിട്ടാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? എന്ത് റിസ്ക് എടുത്തും, എന്ത് വെല്ലുവിളികൾ നേരിട്ടാലും ഇന്ത്യയിൽ നിന്നും ഇത്തരം സാധനങ്ങൾ കൊണ്ടുപോകുവാനായിട്ടാണ് അവർ എത്തിയത്. 4 കപ്പലിലായിട്ട് എല്ലാ സന്നാഹങ്ങളുമായി എത്തിയതാണ് അവർ. അപ്പോൾ അങ്ങനെ അവർ എത്തുകയും ഈ കോഴിക്കോട്ടെ രാജാവായിരുന്ന കോഴിക്കോട് ചക്രവർത്തി ആരായിരുന്നു എന്ന് പറയാമെന്ന്? സാമൂതിരി. ആരായിരുന്നു? സാമൂതിരി. സാമൂതിരിയുടെ മുമ്പിലെത്തി അദ്ദേഹം അവർ കച്ചവടത്തിന് വേണ്ടി അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുദ്ദേശിച്ച രീതിയിൽ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പിന്തുണ സാമൂതിരിയിൽ നിന്ന് ലഭിച്ചില്ല. കാരണം എന്താണ്? അക്കാലത്ത് അവിടെ കച്ചവടം നടത്തിയിരുന്ന മറ്റൊരു വിദേശീയരുണ്ടായിരുന്നു. ആരാന്ന് പറയാമോ? അറബികളായിരുന്നു. അത് ഞാൻ പഠിപ്പിച്ച് പോകുന്ന കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, ടെക്സ്റ്റിലുള്ളതല്ല. അത്ര വിശാലമായിട്ട് നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. അക്കാലത്ത് അറബികളായിരുന്നു ഈ പറയുന്ന കോഴിക്കോട്ട് നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. മുൻകാലങ്ങളിലും ഈ അറബികൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി കോൺസ്റ്റാന്റിനോപ്പിളിലെ പ്രദേശത്ത് എത്തിയിട്ട് അവിടെ നിന്ന് അങ്ങനെ അതുവഴി ഈ സാധനങ്ങൾ യൂറോപ്പിൽ എത്തിയിരുന്നത് അറബികൾ കൊണ്ടുപോകുന്ന സാധനങ്ങളായിരുന്നു കരമാർഗ്ഗം എത്തിയിരുന്നത്. അപ്പോൾ ഏതായാലും ഈ അറബികൾ ആ സമയത്തും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറബികളുടെ നിയന്ത്രണത്തിലായിരുന്നു കോഴിക്കോട്ടെ കച്ചവടം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെ വിശ്വസ്തരായി അക്കാലത്ത് സാമൂതിരിയുമായി വളരെ അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്ന, വളരെ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ വളരെ വർഷങ്ങളായി അവർ കച്ചവട ബന്ധം നിലനിർത്തിയിരുന്ന നമ്മുടെ അറബികളെ ഒഴിവാക്കിക്കൊണ്ട് പോർച്ചുഗീസുകാരെ മായി കച്ചവടത്തിൽ ഏർപ്പെടുവാൻ സാമൂതിരി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കച്ചവടത്തിന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോയി തൊട്ടടുത്ത സ്ഥലമായ കണ്ണൂരേക്ക് എത്തിച്ചേർന്നു. സാമൂതിരിയുമായി അത്ര സുഖത്തിലല്ലാതിരുന്ന കണ്ണൂർ ഭരിച്ചിരുന്ന രാജാവിൻ്റെ അടുത്ത് ചെല്ലുകയും കണ്ണൂരിൽ നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്യുകയും ചെയ്തു.
അങ്ങനെ കളക്ട് ചെയ്ത് അങ്ങനെ തിരിച്ചു പോയി അവർ അവരുടെ സ്വന്തം നാട്ടിൽ കൊണ്ടുപോയി വിറ്റു. അവരുടെ പ്രത്യേകത അവർക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടി ലാഭം അവർക്ക് ആ കച്ചവടത്തിലൂടെ ഉണ്ടായതാണ്. 6 times. Vasco da Gama got a profit which is 6 times greater than the cost of their voyage by selling the goods they took back with them. അപ്പോൾ അവർക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടി ലാഭം അവർക്ക് ആ യാത്രയിൽ നിന്നും ഉണ്ടായി. എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് നിന്നും കണ്ണൂരേക്ക് പോകേണ്ടതായി വന്നത്? സാമൂതിരിയിൽ നിന്നും പിന്തുണ കിട്ടാതെ വന്നു അല്ലേ? അതുകൊണ്ടാണ് തൊട്ടടുത്ത കണ്ണൂരേക്ക് അവർ പോയത്. The Samorin, the ruler of Kozhikode, did not provide trading facilities. The ruler of Kozhikode did not provide the trading facilities. കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല, trading facilities to Vasco da Gama. So he went to Kannur from Kozhikode. വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന പോർച്ചുഗീസ് നാവികൻ മാത്രമായിരുന്നില്ല, പിന്നീട് പോർച്ചുഗലിൽ നിന്നും വേറെ ചില അൽമേഡ, അൽബുക്കർക്ക് എന്നൊക്കെ പറയുന്ന നാവികരുടെ നേതൃത്വത്തിലും ഇതുപോലെയുള്ള യാത്രകൾ നടത്തുകയും ധാരാളം സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. അക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്കാലത്ത് നമ്മുടെ തീരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കടലിൽ യുദ്ധങ്ങളും നടന്നിരുന്നു. കാരണം അക്കാലത്ത് കോഴിക്കോട്ട് നിന്നും സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന അറബികളുടെ കപ്പലുകളെ ആക്രമിക്കുന്ന സ്വഭാവം പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരെ നേരിടുന്ന ഒരു ചുമതല കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പട ഏറ്റെടുത്തു. അന്ന് കോഴിക്കോട് സാമൂതിരിക്ക് നാവികപ്പടയുണ്ടായിരുന്നു, കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിൽ. ആരുടെ നേതൃത്വത്തിൽ? കുഞ്ഞാലിമരക്കാർ. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കുഞ്ഞാലിമരക്കാർ. ചില ചിത്രത്തിലും ചില ചലച്ചിത്രത്തിൻ്റെ പേരുമൊക്കെയാണ് അല്ലേ, കേട്ടിട്ടുണ്ടോ? കുഞ്ഞാലിമരക്കാർ. അങ്ങനെ കുഞ്ഞാലിമരക്കാരുടെയും മറ്റുമൊക്കെ ശക്തമായ ആക്രമണം നേരിടേണ്ടി വന്നുകൊണ്ട് അവർക്ക് ഏറെക്കാലം കേരളത്തിൽ കച്ചവടം ചെയ്യുവാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. എങ്കിലും അവർക്ക് പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങൾ അവിടെ ട്രേഡ് സെൻറ്ററുകളായി മാറി. ഏതൊക്കെയാണെന്ന് പറയുമോ? ഗോവ and Daman and Diu. ഗോവ, ദാമൻ ആൻഡ് ദിയു. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇന്നത്തെ ഏത് സ്ഥലത്താണ് ഗോവ, ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കണം. ഗോവ എന്നൊരു സംസ്ഥാനമാണ്. ഈ പ്രദേശങ്ങളൊക്കെ എവിടെയാണ് എന്ന് നമ്മൾ ഭൂപടത്തിൽ നോക്കി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ നോക്കി കണ്ടെത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് പോർച്ചുഗൽ. അപ്പോൾ ഇങ്ങനെ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരിൽ നിന്നും, അല്ലെ പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള ആ ബന്ധത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്, അല്ലെ ഇന്ത്യയിൽ, കേരളത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പല തരത്തിൽ പോർച്ചുഗീസുകാർ സ്വാധീനിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, അവർ ഇവിടെ വന്നപ്പോൾ ഇവിടെ ചില കെട്ടിടങ്ങൾ, അല്ലെ കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട്. 2 കോട്ടകൾ അവർ നിർമ്മിച്ച 2 പ്രധാനപ്പെട്ട കോട്ടകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ, സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ, കോട്ടപ്പുറം ഫോർട്ട് അറ്റ് തൃശ്ശൂർ. കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ കോട്ടയും തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും, ഇത് രണ്ടും പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ്. പോർച്ചുഗീസുകാരെ അറിയപ്പെട്ടിരുന്നൊരു പേരുണ്ട് അക്കാലത്ത്. ഏതാണെന്ന് പറയാമോ? പോർച്ചുഗീസുകാരെ അന്ന് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു പേര്, പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്ന ഏത് പേരിലാണെന്ന് അറിയാമോ? പറങ്കികൾ എന്ന് പറയും. പറങ്കികൾ കേട്ടിട്ടുണ്ടോ? പറങ്കികൾ. പറങ്കി എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറങ്കി എന്ന് തുടങ്ങുന്ന, അല്ലെ പറങ്കി എന്ന് പറയുന്ന വാക്കിൽ തുടങ്ങുന്ന മറ്റെന്തെങ്കിലും പേര്, അല്ലെ മറ്റെന്തെങ്കിലും സാധനം കേട്ടിട്ടുണ്ടോ? ഇല്ല. പറങ്കിമാവ് കേട്ടിട്ടുണ്ടോ? പറങ്കിമാവ്. എന്താ പറങ്കിമാവ്? നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പറങ്കാവെന്ന് പറയും അല്ലേ? കേരളത്തിലെ ചില പ്രദേശങ്ങൾ പറങ്കാവെന്ന് പറയും അല്ലേ? പറങ്കിമാവ് ആണ് ചുരുങ്ങിയാണ് പറങ്കാവായത്. ചില പ്രദേശത്ത് കശുമാവ് എന്നും പറയും. കശുമാവ്, പറങ്കാവ് എന്നൊക്കെ പറയും അല്ലേ? അതിൽ നിന്ന് കിട്ടുന്ന പറങ്കി മാങ്ങ എന്ന് പറയും, കശുമാങ്ങ എന്ന് പറയും, കശുവണ്ടി എന്ന് പറയും
അല്ലേ? അപ്പോൾ അങ്ങനെ പല പല പേരിൽ അത് അറിയപ്പെടുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സാധനം ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അല്ലാതെ പണ്ട് മുതലേ കേരളത്തിൽ ഉണ്ടായിരുന്നതല്ല പറങ്കിമാവ്. പിന്നെ അവർ കൊണ്ടുവന്ന് വേറെ സാധനങ്ങളുണ്ട്. വേറെ എന്താണെന്ന് പറയാമോ? പപ്പായ, പല പേരിൽ അറിയപ്പെടുന്നത്. പപ്പായ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓമയ്ക്ക എന്ന് ചിലടത്ത് പറയാറുണ്ട്, ചിലടത്ത് പപ്പാളങ്ങ എന്ന് പറയാറുണ്ട്, ചിലടത്ത് കപ്പയ്ക്ക എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ചിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ സാധനവും കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇത് കൂടാതെ പേരയ്ക്ക, ഗുവ, വിശ്വസിക്കാൻ പ്രയാസമാണ്. ഗുവ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിലുള്ളതാണ്, നമ്മുടെ പുരയിടത്തിലുമൊക്കെ ഉള്ളതാണ് ഗുവ. അതും പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. മറ്റൊന്നാണ് ചുവന്ന മുളക്, റെഡ് ചില്ലി. അതും കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സാധനം കൂടി അവർ കൊണ്ടുവന്നു. എന്താണെന്ന് പറയാമോ? ടൊബാക്കോ അല്ലെങ്കിൽ പുകയില. അതൊരു ലഹരിയാണ് അല്ലേ? ടൊബാക്കോ അല്ലെങ്കിൽ പുകയില, അതും കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, പൈനാപ്പിൾ അല്ലേ? എന്താ പൈനാപ്പിൾ? കടച്ചക്ക എന്ന് പറയാറുണ്ട്, കൈതച്ചക്ക എന്ന് പറയാറുണ്ട്. ഇതും കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ്ഡ് അഗ്രികൾച്ചർ ക്രോപ്സ് ലൈക്ക് പപ്പായ, റെഡ് ചില്ലി, ഗുവ, പൈനാപ്പിൾ, അതോടൊപ്പം തന്നെ കാഷ്യൂ, ടൊബാക്കോ എക്സെട്ര. അപ്പോൾ ഇത്തരം വിളകളൊക്കെ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. അത് പോർച്ചുഗീസ് ബന്ധത്തിലൂടെ ഇന്ത്യക്ക് ലഭിച്ച ഒരു നേട്ടമായി നമുക്ക് കണക്കാക്കാം. യൂറോപ്പിലെ നവോത്ഥാന കാലഘട്ടത്തിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഒരു പുതിയ കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു. ജോഹാനസ് ഗുട്ടൻബർഗ് കണ്ടുപിടിച്ചൊരു സാധനം. ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? പ്രിൻറ്റിംഗ് മെഷീൻ. ഈ പ്രിൻറ്റിംഗ് മെഷീൻ നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്തിയതും ഈ പറയുന്ന പോർച്ചുഗീസുകാരാണ് പ്രിൻറ്റിംഗ് മെഷീൻ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യക്കാരെയും പരിചയപ്പെടുത്തുകയും ചില പുസ്തകങ്ങളൊക്കെ അവർക്ക് അച്ചടിക്കുവാനും അച്ചടിച്ച പുസ്തകങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുമായിട്ടുള്ള ബന്ധത്തിലൂടെ കേരളത്തിൽ രൂപം കണ്ട ഒരു കലാരൂപമുണ്ട്. ഇന്ന് അത് നിലവിൽ പ്രചാരത്തിലുള്ളത് കേരളത്തിൻ്റെ മധ്യ കേരളത്തിലെ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ്. ഏതാണെന്ന് പറയാമോ? കലോത്സവത്തിലും മറ്റുമൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം. ഏതാണ്? ചവിട്ട് നാടകം. കേട്ടിട്ടുണ്ടോ? ചവിട്ട് നാടകത്തിലെ നടീനടന്മാരുടെ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വേഷവിധാനങ്ങൾ ശ്രദ്ധിച്ചോ? ആ വേഷവിധാനങ്ങളിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ആരുടെ വേഷവിധാനവുമായി അതിന് സാമ്യമുണ്ട്. നമ്മൾ കുറച്ച് മുമ്പേ കണ്ട പോർച്ചുഗീസുകാരനായിരുന്ന വാസ്കോഡ ഗാമയുടെ ചിത്രവുമായി ചെറിയ സാമ്യമില്ലേ? വാസ്കോഡ ഗാമ ധരിച്ചിരിക്കുന്ന ആ വേഷവുമായി അതിന് ചെറിയൊരു സാമ്യമുണ്ട് അല്ലേ? അപ്പോൾ പോർച്ചുഗീസുകാരുമായി ബന്ധമുണ്ട് ആ വേഷവിധാനങ്ങൾക്ക്. പോർച്ചുഗീസുകാരുമായിട്ടുള്ള ബന്ധത്തിലൂടെ രൂപം കൊണ്ട ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. അതിന്നും പ്രയോഗത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്നും പ്രചാരത്തിലുള്ളത് ആരുടെ ഇടയിലാണ്? ക്രിസ്തു മത വിശ്വാസികളുടെ ഇടയിലാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവർ ക്രിസ്തു മതം ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ആർക്കുണ്ടായിരുന്നു? പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നു. അതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, അവർ കൊണ്ടുവന്ന ചില വാക്കുകൾ, കേരളത്തിൽ മലയാളത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? കുശിനി, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളുണ്ട്. മേശ, കസേര. ഒരുപക്ഷെ നമുക്ക് അത്ഭുതമായിരിക്കും അല്ലേ? നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ചില ഫർണിച്ചറുകളാണ്, വീട്ടുപകരണങ്ങളാണ് മേശയും കസേരയും ഒക്കെ. മേശ, കസേര തുടങ്ങിയ വാക്കുകൾ നമുക്ക് പരിചയപ്പെടുത്തിയത്, നമുക്ക് കടം കൊണ്ടത് പോർച്ചുഗീസുകാരിൽ നിന്നാണ്. മേശ, കസേര, അതുപോലെ കുശിനി അല്ലേ? പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് കുശിനി. അതുപോലെ വരാന്ത അല്ലേ? ഇടനാഴി എന്നായിരുന്നു നമ്മൾ പറയുന്നത്. അതിന് വരാന്ത എന്ന് പറയുന്നൊരു വാക്ക് വന്നത് അല്ലെങ്കിൽ അതും കടം കൊണ്ടത് ആരിൽ നിന്നാണ്? പോർച്ചുഗീസുകാരിൽ നിന്നാണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങൾക്കാരുമായുള്ള ഇടപെടലിലൂടെ നമുക്ക് പലതും ഇത്തരത്തിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാരിൽ നിന്ന് ഇത്തരം ധാരാളം കാര്യങ്ങൾ, ഇപ്പം ചില പദങ്ങൾ എടുക്കുകയാണെങ്കിൽ അറബി ഭാഷയിൽ നിന്ന് ധാരാളം പദങ്ങൾ നമുക്ക് കടം കൊണ്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ കോടതികളിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും അല്ലേ, പല പദങ്ങളും കോടതി വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കുന്ന, മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും അറബിയിൽ നിന്നും കടം കൊണ്ടതാണ്.
അപ്പോൾ ആ തരത്തിൽ നമുക്ക് മറ്റു വിദേശ രാജ്യങ്ങളുമായുള്ള സഹവാസത്തിലൂടെ അവരുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാരുമായുള്ള ഇൻഡോ പോർച്ചുഗീസ് ബന്ധത്തിൽ നിന്നും റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ ഇമ്പാക്ട്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇമ്പാക്ട്സ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. Portuguese constructed Saint Angelo Fort at Kannur and Kottappuram Fort in Thrissur. കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ടും തൃശ്ശൂരിലെ കോട്ടപ്പുറം ഫോർട്ടും, രണ്ട് കോട്ടയാണ്. ഇത് രണ്ടും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ അഗ്രികൾച്ചർ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എക്സെട്ര. Printing machine and the art form ചവിട്ട് നാടകം were also introduced by the Portuguese in India. They propagated Christianity. അപ്പോൾ ഇതൊക്കെ ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ, അല്ലെ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായ ചില പ്രതിഫലനങ്ങളാണ്, ഇമ്പാക്ട്സ് ആണ്, സ്വാധീനങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർക്ക് ഒരുപാട് ട്രേഡ് സെൻറ്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങൾ അവർക്ക് നിലനിർത്തുവാൻ അവർക്ക് കഴിയില്ല. അവർക്ക് ആകെ കുറേയേറെ കാലം അവർ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, നമുക്ക് ഇന്ത്യക്ക് 1947 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷവും 1961 വരെ പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അതും ഒരു അത്ഭുതമാണ്. ആദ്യമായി അവർ വരികയും ഏറ്റവും അവസാനം ഇവിടെ നിന്ന് വിട്ടുപോയതും പോർച്ചുഗീസുകാരാണ്. അപ്പോൾ 1961 വരെ ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഏതൊക്കെ സ്ഥലങ്ങളിൽ മാത്രമായി അവർ ഒതുങ്ങി? ഗോവ, ദാമൻ ആൻഡ് ദിയു. ഗോവ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. ദാമൻ ആൻഡ് ദിയു, അത് ഗുജറാത്തിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് ദാമൻ ആൻഡ് ദിയു സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗോവ, ദാമൻ ആൻഡ് ദിയു, ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് ഒതുങ്ങി നിന്നു. എന്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ സ്ഥലങ്ങൾ അവർക്ക് നിലനിർത്തുവാൻ കഴിയാതിരുന്നത്? എന്താണ് കാരണം? മറ്റ് യൂറോപ്യൻ ശക്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത്ര സാമ്പത്തികമായോ സൈനികമായിട്ടുള്ള പിൻബലം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവരെക്കാൾ കൂടുതൽ ശക്തിയുള്ള വേറെ പലരും പിന്നീട് കടന്നു വന്നു, അല്ലേ? ബ്രിട്ടീഷുകാരെ പോലെയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രഞ്ചുകാരെ പോലെയുമുള്ള ശക്തരായ രാജ്യങ്ങൾ, യൂറോപ്യൻ ശക്തികൾ പിന്നീട് കടന്നു വരികയും ഈ പോർച്ചുഗീസുകാർക്ക് അവരുടെ അധീശത്വം, അവരുടെ നിലനിൽപ്പ്, അല്ലെങ്കിൽ വളരെ ശക്തിയോടുകൂടി അവർക്ക് നിലനിൽക്കുവാൻ ഇന്ത്യയിൽ കഴിയാതിരിക്കുകയും ചെയ്തു, അല്ലേ? അതോടൊപ്പം തന്നെ അവർക്ക് പ്രാദേശികമായ എതിർപ്പും നേരിടേണ്ടതായിട്ട് വന്നു, അല്ലേ? കുഞ്ഞാലി മരക്കാരെ പോലെയുള്ള ചില പ്രാദേശികമായ എതിർപ്പുകൾ. അതായത് കോഴിക്കോട് സാമൂതിരിയുടെ സൈനിക തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ. ഈ കാരണങ്ങളാലാണ് അവർക്ക് അവരുടെ സൈനിക താവളങ്ങളിലെ ട്രേഡ് സെൻറ്റേഴ്സ്, അല്ലേ, കച്ചവട കേന്ദ്രങ്ങൾ പരിമിതപ്പെട്ടു. ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നീ സ്ഥലങ്ങളിൽ മാത്രമായി അത് ഒതുങ്ങി. They did not have enough economic and military resources to compete with other European powers. They did not have enough economic and military resources. അല്ലേ? വളരെ കൂടുതൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മിലിറ്ററി സൈനികമായിട്ടോ ഉള്ള വിഭവങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. ടു കോമ്പീറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ്, മറ്റ് യൂറോപ്യൻ ശക്തികളുമായി വെല്ലുവിളിച്ചുകൊണ്ട് നേരിടുവാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നില്ല. ദേ ആൾസോ ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ്, അല്ലേ? പ്രാദേശികമായിട്ടുള്ള ചില ശക്തികളുമായി അവർക്ക് എതിരിടേണ്ടതായിട്ട് വന്നു. പ്രാദേശിക ശക്തികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു, മലബാർ തീരം കേന്ദ്രീകരിച്ച് ശക്തമായി പോർച്ചുഗീസുകാരെ നേരിട്ട ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ പടയാളികളായിരുന്നു കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള നാവികപ്പട. കുഞ്ഞാലി മരക്കാർ, ദ അഡ്മിറൽസ് ഓഫ് സാമോറിൻസ്, സാമൂതിരിയുടെ നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് അഗൻസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ ദ മലബാർ റീജിയൻ. കുഞ്ഞാലി മരക്കാർസ്, ദ അഡ്മിറൽസ് ഓഫ് സാമോറിൻസ് നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് അഗൻസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ ദ മലബാർ റീജിയൻ. മലബാർ ഭാഗത്തായിട്ട് കുഞ്ഞാലി മരക്കാരുടെ സ്മരണം നിലനിർത്തുന്ന ചില സ്മാരകം അവിടെ കാണാം. ഇന്ത്യൻ നേവിയാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്, പോർച്ചുഗീസുകാരെ തുടർന്ന് പിന്നെ ഇവിടെ എത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡച്ചുകാരാണ്.
ഡച്ചുകാർ എന്ന് പറയുമ്പോൾ അവർ ഇവിടുത്തുകാരാണ്. അവരുടെ യഥാർത്ഥ രാജ്യം, അന്നത്തെ രാജ്യത്തിൻ്റെ പേര് ഹോളണ്ട് എന്നാണ്. ഹോളണ്ട് ഒരു യൂറോപ്യൻ രാജ്യമായ ഹോളണ്ടിൽ നിന്നെത്തിയ ആളുകൾ പറയുന്ന പേരാണ് ഡച്ചുകാർ എന്ന് പറയും, അല്ലേ? അതിൻ്റെ ഹോളണ്ട് ഇന്നത്തെ പേരെന്താണെന്നറിയാമോ? നെതർലൻഡ് എന്നാണ് ഇന്നത്തെ പേര്. ഹോളണ്ട് ഇന്നത്തെ പേര് നെതർലൻഡ്സ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ നെതർലൻഡ് അല്ലെ ഹോളണ്ടിലെത്തിയ ഡച്ചുകാരാണ് അടുത്ത പ്രധാനപ്പെട്ട വൈദേശിക ശക്തി. മെയിൻ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ വേർ ഏതൊക്കെയായിരുന്നു? കൊച്ചി ആൻഡ് കൊല്ലം. കൊച്ചിയും കൊല്ലവുമായിരുന്നു, അല്ലെ? കൊല്ലം ആൻഡ് കൊച്ചി ആയിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങൾ. ഡച്ചുകാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പെട്ടെന്ന് തെളിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് കേട്ടിട്ടുണ്ടോ? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയും. ഇത് കേരളത്തിലെ മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച്. എന്താണ് മെഡിസിനൽ പ്ലാന്റ്സ്? ഔഷധ സസ്യങ്ങൾ. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഒരു പക്ഷേ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച്, കേരളത്തിൽ നിലവിലുള്ള വൈദ്യശാസ്ത്രത്തെക്കുറിച്ച്, കേരളത്തിൽ നിലവിലുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ യൂറോപ്യന്മാർക്ക് കൂടുതൽ മനസ്സിലായത് ഈ പുസ്തകത്തിലൂടെ ആയിരിക്കും. ഇതാരാണ് തയ്യാറാക്കിയതെന്നറിയാമോ? അതായത് അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന ആരായിരുന്നു? ഡച്ച് ഗവർണർ ആരായിരുന്നു? വാൻ റീഡ്. അന്ന് ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡിൻ്റെ നേതൃത്വത്തിലാണ്, വാൻ റീഡിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇത് തയ്യാറാക്കിയത്. ഈ പുസ്തകം തയ്യാറാക്കി ഹോർത്തൂസ് മലബാറിക്കസ്. ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടു കൂടിയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ പുസ്തകം തയ്യാറാക്കിയത്. ഈ പുസ്തകത്തിൽ കേരളത്തിൽ അന്ന് നിലവിലുള്ള സസ്യങ്ങളുടെ അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളുടെ ഇലകൾ ഉൾപ്പെടെ ഇലകളുടെ സ്കെച്ച്, ഇലകളുടെ രൂപം അത് വരച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഏതൊക്കെ, ഈ ഓരോ സസ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെ ഉപയോഗിക്കുന്നു, ഇതിൻ്റെ പേരെന്താണ്, വിവിധ ഭാഷകളിൽ ഇതിൻ്റെ പേരെന്താണ്, മലയാളത്തിലുള്ള ഭാഷയിലുള്ള പേര് മാത്രമല്ല മറ്റു ഭാഷകളിൽ കൊങ്ങിണി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ മലയാളത്തിലുള്ളതും തമിഴിലുള്ളതും അതേപോലെയുള്ള ലാറ്റിൻ ഭാഷയിലും ഒക്കെയുള്ള ഭാഷകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്, ഈ ഭാഷയിലുള്ള ഈ സസ്യത്തിൻ്റെ പേര് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ബൃഹത്തായ ഒരു പുസ്തകമായിരുന്നു ഇത്. ഇട്ടി അച്യുതൻ വൈദ്യർ മാത്രമല്ല മറ്റു പലരുടെയും, ചില കൊങ്ങിണി ബ്രാഹ്മണരുടെ ആയിട്ടുള്ള കുറേ വ്യക്തികളുടെ സഹായം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ ഏറെ സഹായിച്ചൊരു വ്യക്തിയായിരുന്നു ഇട്ടി അച്യുതൻ വൈദ്യർ. Horthus Malabaricus. It was Van Reed, a Dutch governor, who initiated the compilation of Horthus Malabaricus, a book on the medicinal plants of Kerala. He completed the book with the help of Itti Achyutan Vaidyar. ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി, അല്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഡച്ചുകാർക്ക് ഏറെക്കാലം ഇന്ത്യയിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിൽ നല്ല കേരളത്തിൽ നിന്നും പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ അക്കാലത്ത് വളരെ ശക്തനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തായി തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം സ്ഥാപിച്ച് തിരുവിതാംകൂറിൻ്റെ തലവനായിട്ടുണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതിശക്തനായ ഒരു രാജാവായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ സൈന്യവുമായി അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. ആ സൈന്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് ഡച്ചുകാർക്ക് കീഴടങ്ങേണ്ടതായി വന്നു. ആ യുദ്ധത്തിൻ്റെ പേരെന്തായിരുന്നു? കുളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞു. 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് ഡച്ചുകാർ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ മുമ്പിൽ കീഴടങ്ങുകയുണ്ടായി. The Dutch fought with Marthandavarma, the king of Travancore, following the disputes over trade. The Dutch were defeated in the Battle of Kolachal in 1741. They lost their ground in India with this war. The Dutch were also called Lendens. ഡച്ചുകാരുടെ മറ്റൊരു പേരുണ്ടായിരുന്നു. പറങ്കികൾ എന്നായിരുന്നു പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്നത്. അതുപോലെ ഡച്ചുകാരെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് ലണ്ടൻസ്, ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നു. അടുത്തത് നമുക്ക് പറയുവാനുള്ളത് മറ്റൊരു വൈദേശിക ശക്തിയാണ് ഇംഗ്ലീഷുകാർ.
അല്ലേ, ഇംഗ്ലീഷുകാർ. അപ്പോൾ ആദ്യം പറഞ്ഞത് പോർച്ചുഗീസ്, അത് കഴിഞ്ഞ് പറഞ്ഞ് ഡച്ചുകാർ. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷുകാർ ആദ്യമായി വന്നത് ഒരു കമ്പനിയുടെ പ്രതിനിധികളായിട്ടാണ് വന്നത്. അവർ സ്ഥാപിച്ച കമ്പനിയുടെ പേരത് 1600 സ്ഥാപിച്ചൊരു കമ്പനി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഏതായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് അതിൻ്റെ പേര്. 1600 സ്ഥാപിച്ചാണ്. 1600 AD, 1600 AD, 1600 AD അല്ലേ. ഇതിനു വേണ്ടി സ്ഥാപിച്ചാണ് ഈ കമ്പനി എന്നറിയാമോ? ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടുമുള്ള കച്ചവടം നടത്തുന്നതിന് വേണ്ടി സ്ഥാപിച്ചൊരു കമ്പനിയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെത്തുകയും അവർ ആദ്യമായി സ്ഥാപിച്ച ഒരു ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് സൂററ്റായിരുന്നു. ഗുജറാത്തിലെ സൂററ്റിലായിരുന്നു അവരാദ്യമായി ട്രേഡ് സെൻറ്റർ സ്ഥാപിച്ചത്. സൂററ്റായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റർ. പിന്നീട് അവർ മറ്റു ചില സ്ഥലങ്ങൾ കൂടി അവർ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്ററുകളാക്കി മാറ്റി. ഏതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റർ? കൽക്കട്ട, ഇന്നത്തെ കൊൽക്കത്ത. പിന്നെ ഇങ്ങനെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഏതായിരുന്നു? മദ്രാസ് അല്ലെങ്കിൽ ഇന്നത്തെ ചെന്നൈ. പിന്നെ ബോംബെ അല്ലെങ്കിൽ മുംബൈ. അങ്ങനെ 4 പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു ഒന്നുകൂടി പറയാം. സൂററ്റ്, കൽക്കട്ട, മദ്രാസ്, ബോംബെ അല്ലേ. ഇത്രയുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ്. ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1600 AD ഫോർ ട്രേഡ് വിത്ത് ദ കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന. സൂററ്റ് ഇൻ ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ. They also established trading centers at Bombay, Calcutta and Madras. അടുത്ത് നമുക്ക് പറയാനുള്ളത് മറ്റൊരു വൈദേശിക ശക്തിയായിരുന്നു ഫ്രഞ്ചുകാർ. 4ാമത്തെ യൂറോപ്യൻ ശക്തി. ആദ്യം പറഞ്ഞത് പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, അടുത്ത ഫ്രഞ്ച്. ഫ്രഞ്ചുകാരും 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. കച്ചവടത്തിന് വേണ്ടി അവർ സ്ഥാപിച്ച ഒരു കമ്പനിയായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1664 സ്ഥാപിച്ച് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തുകയും ഫ്രഞ്ചുകാരും ഇവിടെ ട്രേഡ് സെൻറ്റർ സ്ഥാപിച്ചു. അവർ സ്ഥാപിച്ച പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു പറയാമോ? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. പോണ്ടിച്ചേരിയുടെ ഇന്നത്തെ പേര് പുതുച്ചേരി എന്നാണ്. പുതുച്ചേരി അത് എവിടെയാണെന്നറിയാമോ? പോണ്ടിച്ചേരി തമിഴ്നാട്ടിലാണ്. ഇന്നത്തെ തമിഴ്നാട്ടിലാണ്. കേന്ദ്രഭരണ പ്രദേശമാണ് എങ്കിലും അത് തമിഴ്നാടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട്. ഏതാണെന്ന് പറയാമോ? മാഹി. മാഹി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പഴയ പേര് മയ്യഴി എന്നാണ്. മയ്യഴി, മലയാളത്തിൽ മയ്യഴി എന്നാണ് വിളിച്ചിരുന്നത്. മയ്യഴി പുഴയുടെ തീരങ്ങളിൽ നിന്നുള്ള പുസ്തകമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മയ്യഴി. അപ്പോൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ ഇത് 3ഉമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ്. ആരുടെ? ഫ്രഞ്ചുകാരുടേത്. ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1664 ആൻഡ് ദ ഫ്രഞ്ച് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. പോണ്ടിച്ചേരി ഓർ പുതുച്ചേരി, മാഹി ആൻഡ് കാരക്കൽ were the chief trade centers of the French. Pondicherry was their headquarters. അടുത്തതായി നമുക്ക് ഒരു മാപ്പ്, പഴയ ഇന്ത്യയുടെ ഒരു ഭൂപടം കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭൂപടത്തിൽ ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികളുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൂററ്റ്, ദിയു, ദാമൻ, ബോംബെ, ഗോവ, മാഹി, കൊച്ചിൻ, കൊല്ലം. കൊച്ചിൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയാണ്. കൊല്ലം, കാരക്കൽ, പോണ്ടിച്ചേരി, മദ്രാസ്, കൽക്കട്ട. ഇത്രയും സ്ഥലങ്ങൾ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം ഏതാണ്? ഇവിടെ ട്രേഡ് സെൻറ്റേഴ്സ്, യൂറോപ്യൻ ശക്തികളുടെ ട്രേഡ് സെൻറ്റേഴ്സാണ്. ഇവിടെ ചോദ്യം അതല്ല. ഈ ട്രേഡ് സെൻറ്റേഴ്സ്, ഇവർ സ്ഥാപിച്ച ട്രേഡ് സെൻറ്റേഴ്സിനെല്ലാം ഒരു കോമൺ ഫീച്ചറുണ്ട്. അതെന്താണ് എന്ന് നിങ്ങൾ എഴുതണം.
ഈ ഓരോ പ്ലേസും ഏതൊക്കെ സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ സ്ഥാനം ലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു ഭൂപടം, ഒരു മാപ്പ് തന്നാൽ അത് അടയാളപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയണം. അതിൻ്റെ പ്ലേസ്, അതിൻ്റെ ലൊക്കേഷൻ അത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. Can you identify any common feature of these trade centers? In which states do these centers presently situate? അതോടൊപ്പം തന്നെ മറ്റൊരു വർക്ക്ഷീറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കച്ചവടത്തിനായി എത്തിയിട്ടുള്ള 4 വിദേശ ശക്തികളുടെ പേര് രേഖപ്പെടുത്തുവാനുള്ള ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ബുക്കിലേക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ രേഖപ്പെടുത്തേണ്ട ഒന്നായിരുന്നു പോർച്ചുഗീസുകാരുമായിട്ടുള്ള ഇന്ത്യക്കാരുടെ ബന്ധത്തിലൂടെ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് സ്വാധീനം ചെലുത്തി നമ്മളെ ഇന്ത്യക്കാരെ പോർച്ചുഗീസ് ബന്ധം എങ്ങനെയൊക്കെ സ്വാധീനിച്ചു. അതുകൂടി നിങ്ങൾ വിശദമായി നിങ്ങളുടെ ബുക്കിൽ രേഖപ്പെടുത്തണം. Find out the influence of the Portuguese on different walks of Indian social life and prepare a brief note on it. ഏതായാലും ഈ പാഠഭാഗത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പൂർത്തിയായി. 4 വിദേശ ശക്തികളെക്കുറിച്ച് പറഞ്ഞു. തുടർന്ന് അങ്ങോട്ട് നമുക്ക് ബാക്കി കൂടി പറയുവാനുണ്ട്. അതായത് ഇവർ വിരുന്ന് വന്നവർ വീട്ടുകാരായി എന്ന് പറയുന്ന പോലെ കച്ചവടത്തിന് വേണ്ടി വന്നവർ പിന്നീട് ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പിന്നീട് കാണാൻ കഴിയുന്നത്. എല്ലാവരും ഇല്ലെങ്കിലും അതിൽ പ്രധാനപ്പെട്ട 2 ശക്തികൾ ഏറെക്കാലം ഇന്ത്യയുടെ പല ഭാഗങ്ങൾ ഭരിക്കുകയും പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ബ്രിട്ടീഷ് അധിനിവേശത്തിന് കീഴിലാവുകയും ചെയ്തു. നമുക്കറിയാം ബ്രിട്ടീഷുകാരിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അങ്ങനെ കച്ചവടത്തിന് വേണ്ടി വന്ന ഈ വിദേശ ശക്തികൾ നമ്മുടെ ഭരണം പിടിച്ചെടുക്കുന്ന, നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരെ പരാജയപ്പെടുത്തുകയും നമ്മുടെ പ്രദേശത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ആ കാര്യങ്ങളെക്കുറിച്ച് തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതിനു മുൻപായിട്ട് ഉടൻ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾ കയറുന്ന മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. തൽക്കാലം എല്ലാവരോടും വിട ചൊല്ലുകയാണ്. ബൈ.